ഓം ശാന്തി. മെഡിറ്റേഷൻ്റെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ജീവിതത്തിൽ നമുക്ക് വരുന്ന ഓരോ സാഹചര്യങ്ങളെ നേരിടുന്നതിന് വേണ്ടി, ഭാവിയെ നേരിടുന്നതിന് വേണ്ടി, ലോകത്തിലുള്ള സ്പർദ്ധകളെ അതിജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ ഓവറോൾ വ്യക്തിത്വത്തെ മെച്ചപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ജീവിതത്തിൽ ഒരു വ്യക്തി പൂർണ്ണമായും സ്വസ്ഥത അനുഭവിക്കുന്നത് ശാരീരികമായും മാനസികമായും ആരോഗ്യവാനാകുമ്പോഴാണ്. മെഡിറ്റേഷൻ നമുക്ക് മാനസിക ആരോഗ്യത്തെ നിലനിർത്തുവാനും ശാരീരിക ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുവാനും നമ്മെ സഹായിക്കുന്നു. വ്യക്തിത്വത്തെ വികസിപ്പിക്കുവാനും മെഡിറ്റേഷൻ നമ്മെ സഹായിക്കുന്നു. നിങ്ങളുടെ ജീവിതമാകുന്ന ലബോറട്ടറിയിൽ മെഡിറ്റേഷൻ്റെ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി നിങ്ങളെ സ്നേഹപൂർവ്വം വീണ്ടും സ്വാഗതം ചെയ്യുന്നു. എന്താണ് യഥാർത്ഥത്തിൽ മെഡിറ്റേഷൻ? മെഡിറ്റേഷൻ പഠിക്കുന്നതിന് വേണ്ടി തുറന്ന മനസ്സോടുകൂടിയുള്ള, നിസ്വാർത്ഥ ഭാവത്തോടു കൂടിയുള്ള ഒരു പ്രയത്നമാണ് ഇതിനാദ്യം ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ സമയവും ശക്തിയും ഇതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരു പ്രോസസ്സാണ് മെഡിറ്റേഷൻ. തുറന്ന മനസ്സോടുകൂടി നമ്മുടെ ജീവിതത്തെ പരീക്ഷിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ ഫ്രഷ് ആൻഡ് പോസിറ്റീവായിട്ടുള്ള വിഷൻ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു. അതിൻ്റെ റിസൾട്ട് വളരെ നല്ലതായിരിക്കും. മെഡിറ്റേഷന് ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത് ചില വിഷയങ്ങളെക്കുറിച്ചുള്ള സ്പഷ്ടമായ തിരിച്ചറിവാണ്. ആദ്യമായി തന്നെ നമുക്ക് എന്താണ് മെഡിറ്റേഷൻ എന്ന് മനസ്സിലാക്കാം. മെഡിറ്റേഷൻ ഇന്ന് ലോകപ്രസിദ്ധമായി കഴിഞ്ഞിരിക്കുന്നു. മനസ്സിനും ശരീരത്തിനും ഏറെ ഗുണങ്ങൾ ചെയ്യുന്ന ഒരു ജീവിത ശൈലിയാണ് മെഡിറ്റേഷൻ. സ്ഥിരമായി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യത്തെയും നിലനിർത്താൻ സാധിക്കുന്നു. ആരോഗ്യം എന്നാൽ രോഗമില്ലാത്ത ഒരവസ്ഥയല്ല. മനസ്സും നമ്മുടെ മനോവികാരങ്ങളും സന്തുലിതമാക്കപ്പെട്ട ഒരവസ്ഥയാണ് ആരോഗ്യം. മെഡിറ്റേഷൻ ചിലർ അത് കേൾക്കുമ്പോൾ തന്നെ, ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ചിന്തിക്കുന്നത് പ്രാണായാമം, ശ്വാസമെടുക്കുക വിടുക, അല്ലെങ്കിൽ ജപം, തപം, അങ്ങനെ എന്തെങ്കിലും ആസനങ്ങളോ ഇതൊക്കെയായിരിക്കും മെഡിറ്റേഷൻ എന്നാണ്. എന്നാൽ മെഡിറ്റേഷൻ ഇതൊന്നുമല്ല. മെഡിറ്റേഷന് വേണ്ടത്, അതിൻ്റെ ഒരു മൂലാധാരമെന്ന് പറയുന്നത് ഒരു വിഷയത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്. അതിലൊന്ന് ഈ ശരീരമാണ്, ബോഡിയാണ്. ഇത് പഞ്ചതത്വങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. ഇതിനുള്ളിലാണ് തലച്ചോറിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ, ബ്രെയിനിൻ്റെ ഒരു ഔട്ടർ കവറിംഗ് ആണ് ഈ ശരീരം, ഒരാവരണമാണ് ഈ ശരീരം. അപ്പോൾ തലച്ചോറ് അല്ല ഞാൻ എന്ന് പറയുന്നത്. ഈ ശരീരത്തെ ഉപയോഗിക്കുന്ന മറ്റൊരു സൂക്ഷ്മശക്തിയുണ്ട്. അത് ഈ ശരീരത്തിനുള്ളിലാണ് ഇരിക്കുന്നത്. അതിനെ നമുക്ക് മെറ്റാഫിസിക്കൽ ബീയിങ് എന്ന് പറയാം, സ്പിരിച്വൽ ബീയിങ് എന്ന് പറയാം. ഒരു സൂക്ഷ്മമായ ഒരു ആത്മീയ ശക്തിയാണത്. അതിനെ ആധ്യാത്മിക ഭാഷയിൽ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. അതിനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, പ്രതിഫലിപ്പിക്കാൻ സാധിക്കും. അതിന് ഇമോഷൻസ് ഉണ്ട്. ബ്രെയിനിന് ആത്മാവില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരീരത്തിനും ആത്മാവില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ കാലക്രമേണ എല്ലാവരും നമ്മൾ ശരീരമാണെന്നും ബ്രെയിനാണെന്നും കണക്കാക്കാൻ തുടങ്ങി. ഈ സൂക്ഷ്മമായിട്ടുള്ള മെറ്റാഫിസിക്കലായിട്ടുള്ള സൂക്ഷ്മശക്തിയെ സ്ഥൂലമായിട്ട് കണക്കാക്കാൻ തുടങ്ങി. സ്പിരിച്വലായിട്ടുള്ളതിനെ ഫിസിക്കലായിട്ട് കണക്കാക്കാൻ തുടങ്ങി. അതാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ട്രാജഡിയായി മാറിയിരിക്കുന്നത്. എല്ലാ ദുഃഖങ്ങൾക്കും കാരണവും ഇതുതന്നെയാണ്. അത് കാരണം അതിൻ്റെ ഫലമായിട്ട് എന്തായി? മനുഷ്യരുടെ മനോവികാരങ്ങൾ കളങ്കപ്പെട്ടു.
സമ്പർക്കം, സംബന്ധങ്ങൾ എല്ലാം തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ട് മാറി. ഇപ്പം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, മെഡിറ്റേഷൻ ഈസ് ദ അവെയർനെസ് ഓഫ് ദ മെറ്റാഫിസിക്കൽ ബീയിങ് ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് വൺസ് മൈൻഡ് ഇൻ ലവ്ഫുൾ ആൻഡ് പർപ്പസ്ഫുൾ റിമംബ്രൻസ് ഓഫ് ഗോഡ്. നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന, ശരീരത്തെ ചലിപ്പിക്കുന്ന ഒരു അദൃശ്യ ശക്തിയായിരിക്കുന്ന ആത്മാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് സർവശക്തനായ ഈശ്വരനുമായിട്ടുള്ള സ്നേഹപൂർണ്ണം, സ്നേഹത്തോടുകൂടി, ഉദ്ദേശത്തോടുകൂടി ഈശ്വരനെ ഓർമ്മിക്കലാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷനെ തന്നെയാണ് യോഗം എന്ന വാക്കിലും അറിയപ്പെടുന്നത്. യോഗം എന്നാൽ ടു യുണൈറ്റ്, കണക്ഷൻ എന്നാണ് അർത്ഥം. ബന്ധം, കൂടിച്ചേരുക. നമ്മുടെ മനസ്സിനെ ഈശ്വരനുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കുകയാണ്. ആത്മാവാണെന്നുള്ള ബോധത്തിൽ ഈശ്വരനെ ഓർമ്മിക്കുന്ന ഒരു പ്രക്രിയയാണ് മെഡിറ്റേഷൻ. അപ്പോൾ ഇത് പ്രാണായാമമല്ല, ഇത് ഒരു ഭൗതിക ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കലല്ല. അതിൻ്റെ ഒന്നും ആവശ്യം മെഡിറ്റേഷനിൽ വരുന്നില്ല. മെഡിറ്റേഷന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, ടു തിങ്ക്, ചിന്തിക്കുക എന്നാണ്. നമ്മുടെ മനസ്സ് നൂറുകണക്കിന് ചിന്തകളാൽ ഓൾറെഡി ഒക്യുപ്പൈഡാണ്. അങ്ങനെയുള്ള മനസ്സിനെ ഭൗതിക ചിന്തകളിൽ നിന്നും ഈ ലോകത്തിലുള്ള ചിന്തകളിൽ നിന്നെല്ലാം മുക്തമാക്കിയിട്ട്, സ്വതന്ത്രമാക്കിയിട്ട് ശുഭചിന്തകളിൽ മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തുകയാണ്. ശുഭചിന്തകളിലാണ് നമ്മൾ മനസ്സിനെ കേന്ദ്രീകരിക്കുന്നത്. മെഡിറ്റേഷൻ്റെ പ്രോസസ്സ് തന്നെ അതാണ്. നമുക്ക് ചിന്തിക്കാവുന്ന ഏറ്റവും നല്ലൊരു ശുഭചിന്തയാണ് ഈ ശരീരത്തെ ചലിപ്പിക്കുന്ന സൂക്ഷ്മാതിസൂക്ഷ്മമായ ശക്തിയായ ആത്മാവിനെക്കുറിച്ചുള്ള ചിന്തകൾ. ആത്മാവിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഇരുപുരികങ്ങളുടെ മധ്യത്തിലായിട്ട്. തലച്ചോറിൻ്റെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഭാഗവും പിറ്റ്യൂട്ടറി എന്ന പേരുള്ളൊരു ഗ്രന്ഥിയുണ്ട്. അതിൻ്റെ നടുഭാഗത്തായിട്ടാണ് ആത്മാവ് കുടികൊള്ളുന്നത്. ആത്മാവ് അവിടെ ഇരുന്നു കൊണ്ട് ഈ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കുകയാണ്. ആത്മാവിനെക്കുറിച്ചുള്ള ചിന്തകളാണ് മെഡിറ്റേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ഈ മെഡിറ്റേഷനെ രാജയോഗ മെഡിറ്റേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നു. രാജാവ് എന്ന് പറഞ്ഞാൽ അധികാരി എന്നാണ് അർത്ഥം. സുപ്രീം, ദ കിങ്, ഏറ്റവും ഉയർന്നവൻ. അതുകൊണ്ടാണ് ഇതിനെ രാജയോഗം. മറ്റെല്ലാ യോഗങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ളൊരു യോഗമാണ്, ദ കിങ് ഓഫ് ഓൾ യോഗാസ്. അതുകൊണ്ട് ഇതിനെ രാജയോഗം എന്ന് പറയുന്നു. ഇത് സത്യമാണ്, എഫക്റ്റീവാണ്. പിന്നെ ഇതിനെ രാജയോഗം എന്ന് പറയാൻ മറ്റൊരു കാരണം മനസ്സുമായി ബന്ധപ്പെട്ട ഒരു മെഡിറ്റേഷനാണ്. നമ്മുടെ ശരീരത്തിൻ്റെയും ഇന്ദ്രിയങ്ങളുടെ രാജാവാണല്ലോ മനസ്സ്. ആ മനസ്സിനെ നമ്മൾ ശുഭമായിട്ടുള്ളൊരു ദിശ നൽകിക്കൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കുന്ന ഒരു പ്രക്രിയയാണ് രാജയോഗ മെഡിറ്റേഷൻ. രാജാവിനെ പോലെ ജീവിക്കുന്ന ഒരാൾക്ക്, എത്ര തിരക്ക് പിടിച്ചൊരു ജീവിതം നയിക്കുന്ന ഒരാളാണെങ്കിലും ആ വ്യക്തിക്ക് തൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിക്കൊണ്ടും ഈ യോഗം അഭ്യസിക്കാവുന്നതാണ്. അതുകൊണ്ടും ഇതിനെ രാജയോഗ മെഡിറ്റേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ആത്മാവ് ഈ ശരീരത്തിലിരുന്നു കൊണ്ട് ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു. അതിന് നിർണയിക്കാനുള്ള ശക്തിയുണ്ട്. ആത്മാവില്ലെങ്കിൽ തലച്ചോറിനും ശരീരത്തിനും ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഈ പ്രകൃതിയിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രകൃതിയിലുള്ള എല്ലാ സാധനങ്ങളും മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ശരീരത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല, ആത്മാവിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ശരീരത്തിലെ രാജാവാണ് ആത്മാവ്. അധികാരിയായിട്ടിരുന്നു കൊണ്ട് ആത്മാവ് ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അനേക പാർട്സ് കൊണ്ട് അസംബിൾ ചെയ്തിരിക്കുന്ന ഒരു ഉപകരണമാണ് ഈ ശരീരം. ഈ ഉപകരണത്തെ ഉപയോഗിക്കുന്ന ആളാണ് ആത്മാവ്.
അപ്പോൾ ആത്മബോധം മെഡിറ്റേഷൻ്റെ ആദ്യത്തെ ചുവടാണ്. ഞാൻ ആത്മാവാണ് എന്നുള്ളൊരു തിരിച്ചറിവ്, ആ ഒരു ബോധം നമ്മളിലേക്ക് ഉണർത്തണം. ബോഡി കോൺഷ്യസിൽ നിന്നും, ദേഹബോധത്തിൽ നിന്നും ആത്മബോധത്തിലേക്ക് ഉണരണം. സോൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ മാറുകയാണ്. ആത്മാവാണെന്നുള്ള ചിന്തയിലേക്ക് മനസ്സിനെ നയിക്കുകയാണ്. ആ പ്രക്രിയയിലൂടെയാണ് മെഡിറ്റേഷൻ്റെ ആദ്യത്തെ ചുവട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആത്മാവാണെന്ന് തിരിച്ചറിയുന്നതിലൂടെ ആത്മാവിൻ്റെ മൂലഗുണങ്ങളെക്കുറിച്ച് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. ആത്മാവിൻ്റെ സ്വധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആത്മബോധത്തിലിരുന്നു കൊണ്ട് നമുക്ക് നമ്മുടെ കടമകളെ നിറവേറ്റാനുള്ള ഒരു കലയാണ് മെഡിറ്റേഷനിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആത്മബോധത്തിലേക്ക് വരേണ്ടത്, ആത്മാവാണെന്നുള്ള ചിന്തയിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത്, അത് ആദ്യത്തെ ചുവടായിട്ട് ഇന്ന് നമുക്ക് മെഡിറ്റേഷനിലൂടെ അത് പഠിക്കാം. ആത്മാവാണെന്നുള്ള ബോധത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാം. ആത്മീയ ചിന്തയിലൂടെ അല്പസമയം നമുക്ക് മെഡിറ്റേഷനിലിരുന്നു കൊണ്ട് അത് എന്താണെന്ന് അനുഭവിച്ചറിയാം. ആത്മാവിൻ്റെ യഥാർത്ഥ അസ്തിത്വം എന്താണ്, ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഒരു ശാന്തി, സുഖം ഇതെന്താണെന്നുള്ളത് മെഡിറ്റേഷനിലൂടെ അനുഭവിക്കാം. അതുകൊണ്ട് തന്നെയാണ് മെഡിറ്റേഷനെ ആത്മ അനുഭൂതി എന്ന് പറയുന്നത്. സെൽഫ് റിയലൈസേഷനാണ്. സ്വയം തന്നെ കണ്ടെത്തുകയാണ്. സെൽഫിനെ ഡിസ്കവർ ചെയ്യുകയാണ്. നമ്മൾ ഞാൻ ആരാണെന്നുള്ളത് തിരിച്ചറിയുകയാണ്. എൻ്റെ യഥാർത്ഥ അസ്തിത്വത്തെ ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ നമുക്ക് മെഡിറ്റേഷൻ്റെ ആഴങ്ങളിലേക്ക് പോകാം. മെഡിറ്റേഷൻ എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അനുഭവിക്കാം. ഓം ശാന്തി. ഓം ശാന്തി. അല്പസമയത്തേക്ക് നമ്മുടെ മനസ്സിനെ ധ്യാന അനുഭൂതിയിലേക്ക് നമുക്ക് നയിക്കാം. നിങ്ങൾക്കിഷ്ടമുള്ള ഒരു സ്ഥാനം തിരഞ്ഞെടുക്കാം. കസേരയിലോ നിലത്തോ ഇരുന്ന് ധ്യാനം അഭ്യസിക്കാവുന്നതാണ്. കണ്ണുകൾ തുറന്നോ അടച്ചോ ഇരിക്കാവുന്നതാണ്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ട് മനസ്സിനെ ഈ വിഷയങ്ങളിലേക്ക് കേന്ദ്രീകരിക്കും. ഞാൻ എൻ്റെ ശരീരത്തെ വളരെ ശാന്തമായി ഇരിക്കുവാൻ അനുവദിക്കുകയാണ്. ജീവിതത്തെ നിർമ്മിക്കുന്ന അനേക ശക്തികളെക്കുറിച്ച് ഞാൻ ബോധവാനാണ്. എൻ്റെ ശരീരം ശാന്തമായി ഇരിക്കുമ്പോൾ എൻ്റെ ഈ അമൂല്യമായ ഉപകരണത്തിൻ്റെ ഭൗതികവും ജീവശാസ്ത്രപരവുമായ ഊർജങ്ങളെക്കുറിച്ച് ഞാൻ തിരിച്ചറിയുന്നു. ഏതാനും നിമിഷത്തേക്ക് എൻ്റെ പൂർണ്ണ ശ്രദ്ധയും ഈ ഭൗതിക ഊർജങ്ങളിൽ നിന്നും വേർപെടുത്തുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് എൻ്റെ ഊർജത്തെ അകത്തേക്ക് കേന്ദ്രീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബോധമനസ്സുകൊണ്ട് എൻ്റെ ഈ ഭൗതിക ശരീരത്തിൻ്റെ എല്ലാ മസിലുകളിൽ നിന്നും മുഴുവൻ ടെൻഷനും ഇറങ്ങിപ്പോകുവാൻ അനുവദിക്കുകയാണ്. എൻ്റെ പാദങ്ങൾ
എൻ്റെ കാലുകൾ, എൻ്റെ നട്ടെല്ല്, എൻ്റെ കൈകൾ, എൻ്റെ തോളുകൾ, എൻ്റെ കഴുത്ത്, എൻ്റെ മുഖത്തെ മസിലുകൾ, എല്ലാത്തിൽ നിന്നും ടെൻഷൻ്റെ സർവഭാരവും ഇറങ്ങിപ്പോകുവാൻ ഞാൻ അനുവദിക്കുകയാണ്. ഞാൻ വളരെ ശാന്തവും റിലാക്സ്ഡുമാകുന്നു. ഇനി ഞാൻ എൻ്റെ മനസ്സിനെ എൻ്റെ ഉള്ളിലേക്ക് നോക്കുവാൻ അനുവദിക്കുകയാണ്. ബാഹ്യലോകത്തെ കണ്ടുകൊണ്ടും ഏതാനും നിമിഷങ്ങൾ ഈ ബാഹ്യലോകത്തെ കാണാതിരിക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു. ചുറ്റിനുമുള്ള ശബ്ദങ്ങളെല്ലാം എൻ്റെ പിൻഭാഗത്തേക്ക് മാറി വളരെ ശാന്തമാകുന്നു. ഇപ്പോൾ യാതൊരു വിധത്തിലുമുള്ള തടസ്സങ്ങളും ഞാൻ അനുഭവിക്കുന്നില്ല. എൻ്റെ മനസ്സാകുന്ന സ്ക്രീനിൽ ഞാനൊരു പ്രകാശിക്കുന്ന സൂക്ഷ്മ ബിന്ദുവിനെ കാണുന്നു. എനിക്ക് വളരെ സ്പഷ്ടമായ ഈ പ്രകാശ ബിന്ദുവിനെ കേന്ദ്രീകരിക്കുവാൻ കഴിയുന്നുണ്ട്. എനിക്ക് ജീവശക്തിയെ പൂർണ്ണമായും അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്. എൻ്റെ രണ്ട് പുരികങ്ങളുടെയും മധ്യത്തിലായി, കണ്ണുകൾക്ക് പുറകിലായി അതാ ഞാൻ കുടികൊള്ളുന്നു. ഇത് ഞാനാണ്, ഒരു പ്രകാശത്തിൻ്റെ അനശ്വര ബിന്ദു. ഈ അനശ്വര ഊർജത്തിൻ്റെ ബോധത്തിൽ ഞാൻ എൻ്റെ സർവശക്തികളുടെയും ഊർജത്തെ ഉള്ളിലേക്ക് ആവാഹിക്കുകയാണ്. എനിക്കറിയാം, ഞാൻ തന്നെയാണ് ഈ ഭൗതിക ഉപകരണത്തിൻ്റെ യജമാനൻ. ഞാൻ അനശ്വരനായ പ്രകാശബിന്ദുവായ ആത്മാവാണ്. ഞാൻ അനന്തമായ ഊർജത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. ഞാൻ അധികാരിയാണ്. ഈ തിരിച്ചറിവോടുകൂടി എനിക്ക് പ്രകാശത്തിൻ്റെ പ്രകമ്പനങ്ങൾ
എൻ്റെ ശരീരം മുഴുവനും പ്രസരിപ്പിക്കുവാനും ജീവിതത്തിൽ ആനന്ദവും നന്മകളും നിറയ്ക്കുവാൻ സാധിക്കും. ഓം ശാന്തി.